വേണുണ്ട്. ഇതുകൂടി കഴിക്കൂ ഗോകുൽ. വേണ്ടടോ, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞോ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, കഴിച്ചേ പറ്റൂ. സമൃദ്ധ കൊടുത്തതുകൊണ്ട് ഇവൻ കഴിക്കും. ഞാനെങ്ങാനോ ആയിരുന്നെങ്കിലേ ഒരെണ്ണം കൂടി വേണോന്ന് ചോദിച്ചാ മതി, അപ്പൊ ചാടിക്കടിക്കാൻ വരും. ഭാര്യമാര് സ്നേഹത്തോടെ ആഹാരം വിളമ്പിക്കൊടുത്താലേ ഏതു ഭർത്താവും കഴിക്കും, അല്ലാതെ നിന്നെ പോലല്ല. ഞാൻ എന്റെ ഭർത്താവിനെ ആവശ്യത്തിന് വിളമ്പി കൊടുക്കുന്നുണ്ട്. എടി, രാജീവ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇതുവരെ നീ അവന് നിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, മര്യാദയ്ക്ക് അവന്റെ അടുത്തിരുന്ന് ഒന്ന് നോക്കിയിട്ടുണ്ടോ നീ? രാജീവിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു മുടക്കവും ഇല്ലല്ലോ. സമൃദ്ധ എല്ലാം നോക്കിയും കണ്ട് ചെയ്യുന്നോണ്ട് മാത്രം, അല്ല നീയൊന്നും ചെയ്തിട്ടല്ല. ഹലോ അവന്തിക. ഗുഡ് മോർണിംഗ് ഗോകുൽ. ഞാനൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാ. പറയൂ, ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്യണ്ടേ? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ചെയ്തു തരും. കാര്യം എന്താന്ന് കേട്ട് കഴിയുമ്പോ ഗോകുൽ നോന്ന് പറയരുത്. അത് കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റൂ. എന്തായാലും ഈ കാര്യത്തിൽ ഗോകുൽ എന്നെ സഹായിക്കണം. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. എന്താ പ്രോബ്ലം ഒന്ന് പറ. എനിക്കൊരു ഒഫീഷ്യൽ കാര്യത്തിന് പൊന്മുടി വരെ പോകേണ്ടതുണ്ടായിരുന്നു. അവിടുത്തെ എന്റെ എസ്റ്റേറ്റിലെ ഒരു നിയമപ്രശ്നം പരിഹരിക്കാനാ. ഒഫീഷ്യലായിട്ട് ഗോകുലിനെ എന്നെ സഹായിക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ അൺഒഫീഷ്യലായിട്ട് ആസ് എ ലോയർ ഗോകുൽ കൂടി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സഹായമാകുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാ ഞാൻ ഗോകുലിന്റെ സഹായം ചോദിച്ചത്. അയ്യോ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നല്ലോ. അങ്ങനെ പറയല്ലേ ഗോകുൽ, പ്ലീസ്. ഒരു കാര്യം ചെയ്യാം, സമൃദ്ധയും കൂടെ കൂട്ടിക്കോ. നിങ്ങള് രണ്ടുപേരും കൂടി ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഒരുപാട് നാളായി കാണില്ലേ? ട്രിപ്പ് അങ്ങനെ അധികമൊന്നും പോയിട്ടില്ല. എങ്കിൽ പിന്നെ ഇതൊരു ഫാമിലി ട്രിപ്പ് ആയിക്കോട്ടെ. സമൃദ്ധയും അമ്മയും കൂട്ടിക്കോ. അയ്യോ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. തിരക്കുകളില്ലാത്തത് ആർക്കാ ഗൂഗിൾ? ഈ കോടതിയും തിരക്കുകളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്നേലും എവിടെയെങ്കിലും ഒക്കെ പോകാൻ പറ്റുമോ? ഇതുപോലുള്ള ഓരോ അവസരങ്ങളാണ് ഫാമിലിക്ക് സന്തോഷം നൽകുന്നത്. ദേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വിത്ത് ഫാമിലി ഇതൊരു നല്ല ട്രിപ്പായിരിക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ. അവന്തിക വിളിച്ചത്, ഒരു ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോ അവന്തിക കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കട്ടെ എന്നാ പറഞ്ഞേ. അല്ല, എന്താ എന്റെ അഭിപ്രായം? ആദ്യം ഭക്ഷണം കഴിക്കുക, അഭിപ്രായമൊക്കെ അത് കഴിഞ്ഞ് പറയാം. വയറ് നിറഞ്ഞല്ലോ, മതി. കഴിക്കൂ. മതി മതി. അതെ, നല്ല ട്രിപ്പാണെങ്കിൽ ഞാനും വരാം. അതെങ്ങനെ പറ്റാ? ചേച്ചിക്ക് രാജീവിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിന്റെ ഇടയ്ക്ക് ട്രിപ്പ് പോകാൻ എവിടെയാ സമയം? ഈ ട്രിപ്പിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഓ, ട്രിപ്പിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം.